നമസ്കാരം. ഞാനിന്ന് അമ്മ എഴുതിയ പദം വരിക വരിക സഖി എന്ന പദം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ പദം ആനന്ദ ഭൈരവി രാഗത്തിലെ ആദ്യ താളത്തിലാണ് ചിട്ട ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് നായിക ഈ പദം അഭിനയിക്കുന്നതിന് മുമ്പായിട്ട് നായികയെ ഓഡിയൻസിൽ നിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ശ്ലോകത്തിലൂടെ. അതും നർത്തകി തന്നെയാണ് ചെയ്യുന്നത്. ആ നർത്തകി ആദ്യം ഈ ശ്ലോകം അഭിനയിച്ചുകൊണ്ട് നായികയെ പരിചയപ്പെടുത്തിയ ശേഷം ഒരു ചെറുതായിട്ടൊന്ന് കറങ്ങി വന്നിട്ട് പിന്നെ നായികയായിട്ട് വരിക വരിക സഖി എന്ന പദം ചെയ്യുന്നതായിട്ടാണ്, അങ്ങനെയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്ലോകമാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ താളത്തിലൊന്നുമില്ലല്ലോ, അതങ്ങ് നീട്ടി വലിച്ച് പാടുകയാണ് ശ്ലോകം. അപ്പോൾ അതിനോടനുബന്ധിച്ച് ലിറിക്സിനോട് ഒപ്പം മുദ്രകളും അഭിനയം എല്ലാം ചെയ്യുന്നു. പിന്നെ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ആ ലിറിക്സും അതിൻ്റെ അർത്ഥവും മുദ്രയും ആദ്യം ഒന്ന് പറയാം. അത് തന്നാത്മപ്രിയനായ കൃഷ്ണ സവിധേ, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ആത്മാവിനെ പോലെ പ്രിയപ്പെട്ടവൻ, അതാണ് തൻ ആത്മപ്രിയനായ കൃഷ്ണൻ്റെ അരികിലേക്ക്, കൃഷ്ണസവിധേ സന്ദേശം അൻപോടയച്ച്, സന്ദേശം തൻ്റെ പ്രേമത്തെ പറ്റിയുള്ള സന്ദേശം, അത് സന്ദേശം അങ്ങനെ അയക്കുക. അതാരുടെ അടുത്താണ്? സഖിയെ വിളിക്കുന്നത്. സഖി വരും, നീ ഈ സന്ദേശം അദ്ദേഹത്തിന് കൊണ്ട് എത്തിക്കും എന്ന് പറയുന്നതാണ് സന്ദേശം അൻപോടയച്ച്. ഉന്നിദ്രം, ഉറക്കമൊന്നുമില്ല, ഉറക്കം ഇല്ലാതെ, ഉറക്കമില്ല, പിന്നെ ഭക്ഷണമില്ല, വിശപ്പില്ല, ഒന്നുമില്ല അവൾക്ക്. ഭഗവാന്റെ മറുപടി എന്താണെന്ന് അവൾ കാത്തിരിക്കുകയാണ്. അതാണ് സന്ദേശം അൻപോടയച്ച് ഉന്നിദ്രം. മറുവാക്കു കാത്ത് മരുവ്, മറുവാക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി, പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് എന്താണ് എന്ന് അതിങ്ങനെ കാത്തിരിക്കുകയാണ് അവൾ. കാത്ത് മരുവുന്ന തന്നുങ്കി, ആ സുന്ദരി, തൻ തോഴിയെ, തൻ്റെ അയച്ച ആ സഖിയെ, അവളെ തോഴി എന്നുള്ളതിന് മുദ്ര ഇതാണ്. തോഴിയെ ദൂരാൽ കണ്ടു, അവളങ്ങനെ ദൂരെ കണ്ടു. തൻ്റെ സഖി വരുന്നത് ദൂരെ കണ്ടിട്ട് സംഭ്രമത്തോടു കൂടി അവൾ തട്ടിപ്പിടഞ്ഞേറ്റു ചെന്നാൻ, എഴുന്നേറ്റു ചെന്നാൻ എന്നുള്ള ആ വാക്കാണ്. തട്ടിപ്പിടഞ്ഞേറ്റു ചെന്നാൻ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. തട്ടിപ്പിടഞ്ഞേറ്റു ചെന്നിട്ട് എന്താണ്, ഗദ്ഗതവാണിയായിട്ട് അവൾ സന്തോഷമാണോ സങ്കടമാണോ സംഭ്രമമാണോ എന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ, അങ്ങനെയുള്ള ഒരു പരിഭ്രമത്തോടു കൂടി അവൾ ഗദ്ഗതവാണിയായി ഇതുവിധം, ഇപ്രകാരം, ഇതുവിധം ചോദിക്കയായി ഓമലാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശ്ലോകം, അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പിന്നെ സ്റ്റെപ്പുകളൊന്നുമില്ല, പക്ഷേ ഈ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് അത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം. തന്നാത്മപ്രിയനായ, ഇതൊക്കെ നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. കൃഷ്ണ, അവിടെ കൃഷ്ണ എന്നുള്ളിടത്ത് മാത്രം കൃഷ്ണൻ്റെ മാതിരി ഒന്ന് കാല് ക്രോസ് ചെയ്ത് വെക്കണം എന്നേ ഉള്ളൂ. കൃഷ്ണ സവിധേ, കൃഷ്ണൻ്റെ അരികിലേക്ക് സന്ദേശം, അത് മടക്കി അവളെ വിളിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. അൻപോടയച്ച് ഉന്നിദ്രം, ഉറക്കമില്ലാതെ. ഇത്രയും നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഇങ്ങോട്ടും ഒരു സ്റ്റെപ്പ് വയ്ക്കും, അതിൽ കൃഷ്ണ എന്നുള്ളതിന് ഒന്ന് കാൽ ക്രോസ് ചെയ്ത് വയ്ക്കും, എത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ സഖിയെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു സ്റ്റെപ്പും വെച്ചുകൊണ്ട് ഒന്ന് അവളെ അയച്ചു ഇങ്ങനെ കാണിക്കും, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉന്നിദ്രം, ഉറക്കം ഇല്ലാതെ, അവിടെ അവൾ ഇരിക്കണം, ഒരു മുട്ടുകുത്തി ഇരിക്കണം, ഒരു മുട്ടുകുത്തി ഇങ്ങനെ ഇരിക്കുക, അവിടെ ഉറക്കമില്ലാതെ ഉന്നിദ്രം. മറുവാക്കു കാത്തു, മറുവാക്കു കാത്തു, മരുവുന്നുള്ളതിന് മുദ്ര ഇതൊക്കെ ഉണ്ട്, പക്ഷെ മുഴുവൻ മുദ്ര കാണിക്കുന്നില്ല. മറുവാക്കു കാത്തു മരുവും എന്നേ കാണിക്കും. മരുവും തന്വങ്കി, ആ തന്വങ്കി അവൾ ആ സുന്ദരി, തൻ തോഴിയെ, തൻ്റെ സഖിയെ ദൂരാൽ, അവിടെ ദൂരെ അവിടെ കണ്ടു. എന്നിട്ട് പിന്നെ
തഥാ തട്ടിപ്പിടഞ്ഞേറ്റു ചെന്നാൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഇരിക്കുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് ഓടി അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ ഇതും തന്നുങ്കി തൻ തോഴി ദൂരാൽ കണ്ട് സംഭ്രമത്തോടെ തഥാ തട്ടിപ്പിടഞ്ഞ് ഇവിടെ ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ടേക്ക് ഓടിച്ചെല്ലും. ഇതാണ് നമ്മൾ ചെയ്യാവുന്ന സ്റ്റെപ്പുകൾ, ഇത്രയൊക്കെ ഉള്ളൂ. എഴുന്നേറ്റു ഗദ്ഗതവാണിയായി അവൾക്ക് സന്തോഷം, സങ്കട പരിഭ്രമം അവൾക്ക് ആകെപ്പാടെ. അവൾ അങ്ങനെ ആ ശ്വാസവും കിട്ടുന്നില്ല. അതാണ് ഗദ്ഗതവാണിയായി ഇതുവിധം, ഇപ്രകാരം. ഇത് ഒരു ഗ്രാമ്യമുദ്രയാണ്. ഇത് ഇങ്ങനെ പിടിക്കുന്നത് ഇപ്രകാരം എന്നുള്ള ശരിക്ക് ശാസ്ത്രീയ ഇതിൽ പ്രകാരം ഇപ്രകാരം നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതുവിധം ചോദിക്കുകയാണ്. ആരോട്? ആ സഖിയോട് ചോദിക്കുകയാണ്. ആ സുന്ദരി അങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇത്രയും ഈ ഓഡിയൻസിനെ പിന്നെ നായികയുടെ അവസ്ഥയെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾ തന്നെ, ആ നർത്തകി തന്നെ ഒന്ന് കറങ്ങി വന്നിട്ട് നായികയായിട്ട് നിൽക്കുന്നതാണ്. അത് വരിക സഖി വരഗുണനവനെ കണ്ടു, അങ്ങനെയുള്ള ആ പദം അവിടെയാണ് തുടങ്ങുന്നത്. അപ്പം ഇത്രയും സ്റ്റെപ്പുകളൊന്നുമില്ല, വെറുതെ അർത്ഥം മുദ്രയും മാത്രമേ ഉള്ളൂ, അഭിനയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്ര കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ വരിക സഖി എന്ന് മുതൽ സ്റ്റെപ്പോട് കൂടി വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ ഞാനിതുപോലെ അർത്ഥവും മുദ്രയും പറഞ്ഞ് അഭിനയം ഒന്ന് കാണിച്ചിട്ട് അതിന് ശേഷം അത് അത് സ്റ്റെപ്പോട് കൂടി ചെയ്യും അടുത്ത എപ്പിസോഡ്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ ഇപ്പോൾ ഞാൻ ശ്ലോകം ഒന്നും കൂടി ചെയ്യും. ഇത് മുഷ്ടിയും ഹംസാസ്യമാണ്, പ്രിയനിലേൻ്റെ. പ്രിയനായ കൃഷ്ണ സന്നിധി സന്ദേശം അൻപോടയച്ചും നിദ്രം അവിടെ മറുവാക്കു കാത്തുമരും തന്നുങ്കി തൻ തോഴിയേ കണ്ട് അതിസംഭ്രമത്തോടു തഥാ തട്ടിപ്പിടൻ നീട്ടോടണം. ഏറ്റു ചെന്ന ഗദ്ഗതവാണിയായി ഇതുവിധം ചോദിക്കയായി ഓ